ഇന്ന് നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 3 തക്കാളി, 3 ക്യാരറ്റ്, 3 സവാള, 4 പച്ചമുളക്, 2 ഉരുളൻകിഴങ്ങ്, 10 ബീൻസ്, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ കോളിഫ്ലവർ. അത് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി പുഴുവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം എടുക്കാം. ഇതിൽ നിന്ന് കുറച്ചേ എടുക്കത്തുള്ളൂ. അത് നമ്മൾ പിച്ച് വെള്ളത്തിലിടാം. പിന്നെ ഒരു പീസ് ഇഞ്ചി, 6 തുള്ളി അല്ലി, ഒരു പിടി ഗ്രീൻ പീസ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കണം. അത് രാത്രി നമ്മൾ വെള്ളത്തിലിട്ടേക്കണം. പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതെല്ലാം കൂടി എങ്ങനെയാണ് അരിയുന്നതെന്ന് നോക്കാം. എന്താണ്ട് ഇത് ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ക്യാരറ്റും അതേപോലെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും അതിന് 2ആയിട്ട് കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ അത് അരിഞ്ഞെടുക്കണം. നമ്മൾ ചിക്കൻ കുറുമ, മട്ടൻ കുറുമ എന്നൊക്കെ പറയുന്ന പോലെ വെജിറ്റബിൾ കുറുമ അത് നല്ലതാണ്, പറയാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. അതുപോലെ സവാളയും നമ്മൾ അതേപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നു. പിന്നെ കിഴങ്ങും നമ്മൾ അതേപോലെ ചെറിയ പീസായിട്ട് സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കുകയാണ്. ഇതാകുമ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്താലും നല്ല ഹെൽത്തിയാണ്. ചെറിയ ഐറ്റംസ് കുട്ടികൾ കൂട്ടത്തില്ല, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർ ഈ കൂട്ടത്തിലുള്ളതുകൊണ്ട് അതൊക്കെ അങ്ങ് കഴിച്ചോളും. അതുപോലെ നമ്മൾ തക്കാളിയും അതേപോലെ അതിൻ്റെ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഇതിനകത്തിരിക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചു. പച്ചമുളക് ഞാൻ വേണ്ട നീളത്തിലാണ് അരിഞ്ഞിടുന്നത്. നിങ്ങൾക്ക് അതല്ല ചെറുതായിട്ട് അരിഞ്ഞിടുന്നത് അങ്ങനെ ഇട്ടോളൂ. അത് ഇച്ചിരി എരിവ് വേണമെങ്കിൽ 4-5 എണ്ണം ഇട്ടാലും കുഴപ്പം. ഞാൻ 4 എണ്ണം ഇട്ടുള്ളൂ. എരിവ് വേണ്ടവർക്ക് 2-3-4 പച്ചമുളക് കൂടെ കൂടുതലിട്ടു. ക്യാപ്സിക്കവും അതുപോലെ നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നു. അതുപോലെ നമ്മുടെ കോളിഫ്ലവറും പുഴു ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അത് ചെറുതായിട്ട് പറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് കഴിയതിന് ശേഷം എടുത്തതാണ്. അത് നമുക്ക് ഇനി അതേപോലെ അങ്ങ് ഇടാം. ഇനി ഒരു കുക്കർ വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം 3 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ സ്റ്റീലിൻ്റെ കുക്കറാണ്. നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടിക്കൊടുക്കാൻ പറ്റത്തില്ല. അത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേണ്ട അതെല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ വെജിറ്റബിൾസും ഉണ്ടല്ലോ, ഒട്ടുമിക്ക വെജിറ്റബിൾസും ഉണ്ട്. ഇനി നിങ്ങളുടെ ഈ കോളിഫ്ലവർ ഇല്ല എങ്കിൽ ക്യാബേജ് ആണെങ്കിൽ അതും ഇടാം. ഒന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക ചെറുതായിട്ട്. അതിനകത്തേക്ക് വേണ്ട 1/2 സ്പൂൺ നമ്മൾ ഉപ്പ്, അരലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഗ്രീൻ പീസ് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഉണ്ട്, അതാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ 1 സ്പൂൺ കസ്തൂരി മേത്തി എന്നും പറഞ്ഞൊരു ഉലുവായില, അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നറിയത്തില്ല, അത് മിക്കവാറും ഷോപ്പുകളിലൊക്കെ കാണും. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം അതിന് നമുക്ക് ഒരു മാഗി ക്യൂബുണ്ട്, അതായത് വെജിറ്റബിൾ മാഗി. അത് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. മിക്ക ഞങ്ങൾ 2-3 ഷോപ്പുകളിൽ തിരക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയത്. നിങ്ങൾ ഏതാണെന്ന് കിട്ടുമെങ്കിൽ മേടിച്ചിടുക. ഇടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ടേസ്റ്റ് കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെക്കാം. ഇനി ഒരു വിസിൽ വന്നിട്ട് ഓഫാക്കാം. അതിന് ശേഷം നമ്മൾ തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുക്കണം. പിന്നെ സ്പൈസസ് ആയിട്ട് 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ വലിയ ജീരകം, 5 ഗ്രാമ്പു, 1 സ്റ്റാർ, പിന്നെ ഒരു വലിയ പീസ് പട്ട. എൻ്റെ ഈ വലിയ പീസ് ഇല്ലാഞ്ഞാണെങ്കിൽ ചെറിയ 3 പീസ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ സമയത്താണ് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിരുന്നത്. അത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം എടുത്തരയ്ക്കുന്നത്. വെള്ളത്തിൽ ഇട്ടില്ലെങ്കിലും നമുക്ക് അന്നേരം അരച്ചാലും നല്ലപോലെ അരഞ്ഞു കിട്ടും.
അതുകൊണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും എല്ലാമാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചെറുതായിട്ട് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക്. അതുകൊണ്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിനകത്തേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ചയ്ക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ കുറുമ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പത്തിനും ചപ്പാത്തിക്കും. നിങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യുക.